അധ്യായം 3. പ്രാർത്ഥനയുടെ 3 ഘട്ട പ്രക്രിയ. ദ 3 സ്റ്റെപ്പ് പ്രോസസ് ഓഫ് പ്രയർ. ശാസ്ത്രീയ പ്രാർത്ഥനയുടെ 3 ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇവിടെ. ശീലത്തിൻ്റെ ജീവനില്ലാത്ത ആവർത്തനത്തിൽ നിന്നോ ഭയത്തിൻ്റെ നിസ്സഹായമായ അപേക്ഷയിൽ നിന്നോ വ്യത്യസ്തമായ ഒരുതരം പ്രാർത്ഥനയുണ്ട്. അതാണ് ശാസ്ത്രീയമായ പ്രാർത്ഥന. മനുഷ്യനെ ഉറവിടവുമായി വീണ്ടും ബന്ധിപ്പിക്കുകയും വിശ്വാസത്തെ സൃഷ്ടിപരമായ ശക്തിയാക്കി മാറ്റുകയും ചെയ്യുന്ന ലളിതമായ എന്നാൽ ശക്തവുമായ ഒരു രീതിയാണിത്. ഈ പ്രക്രിയ 3 ഘട്ടങ്ങളായി വികസിക്കുന്നു. തിരിച്ചറിവ്, ഏകീകരണം, സ്ഥിരീകരണം. ഓരോ ഘട്ടവും അത്യാവശ്യമാണ്. സ്ഥിരതയോടെ പരിശീലിക്കുമ്പോൾ ഒരു മുഴുവൻ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്താൻ അതിന് ശക്തിയുണ്ട്. ഒന്നാമത്തെ ഘട്ടം തിരിച്ചറിവാണ്. ഇത് കേവല അംഗീകാര വാക്കുകളേക്കാൾ വലുതാണ്. ഇത് ആത്മാവിനുള്ളിലെ ആഴമായ ബോധ്യമാണ്. നിങ്ങൾ ഒന്ന് നിർത്തുക, കണ്ണുകൾ അടയ്ക്കുക, ഒരൊറ്റ ഉറവിടം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ദൈവം ജീവനാണ്, ജ്ഞാനമാണ്, ശക്തിയാണ്, ക്രമമാണ്. അവിടുത്തെ കൂടാതെ മറ്റൊരു ശക്തിയോ മറ്റൊരു വിതരണവുമോ ഇല്ല. ഈ തിരിച്ചറിവ് ഭയത്തെ ഇല്ലാതാക്കുകയും കുറവിൻ്റെ മിഥ്യാധാരണയെ മായ്ച്ചുകളയുകയും ചെയ്യുന്നു. ദൈവം മാത്രമാണ് എല്ലാം എന്ന ഒരൊറ്റ സത്യത്തിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി ഉറച്ചു നിൽക്കുമ്പോൾ എല്ലാ ഉത്കണ്ഠയ്ക്കും അതിൻ്റെ അടിസ്ഥാനം നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് യഥാർത്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഒരൊറ്റ ശക്തി മാത്രമേ ഉള്ളൂ എന്നും ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ സജീവമാണെന്നുമുള്ള പൂർണ്ണമായ അവബോധത്തിൽ നിങ്ങൾ സ്വയം സ്ഥാപിക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടം ഏകീകരണമാണ്, അത് യൂണിയനാണ് എന്ന് മനസ്സിലാക്കുന്നു. യാചിക്കപ്പെടേണ്ട ഒരു വിദൂര വ്യക്തിയായി ദൈവത്തെ കാണുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുകയും പകരം നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും അവിടുന്ന് സന്നിഹിതനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന നിമിഷമാണിത്. നിങ്ങൾ ഉള്ളിൽ ഉറപ്പിച്ചു പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. വേർതിരിവല്ല, സ്നേഹം, ജ്ഞാനം, ശക്തി എന്നിവ എന്നിലൂടെ ഒഴുകുന്നു. ഈ ഏകീകരണം ഒറ്റപ്പെടലിൻ്റെ ബോധത്തെ ഇല്ലാതാക്കുന്നു. അനന്തമായ ജീവന്റെ ചാനൽ എന്ന നിലയിൽ അതിൻ്റെ പങ്ക് ആത്മാവിനെ ഉണർത്തുന്നു. ഐക്യത്തിൽ നിങ്ങൾ ഇനി ഒരു പുറം ആളായി പ്രവർത്തിക്കുന്നില്ല, മറിച്ച് ദിവ്യമായ അവകാശത്തിൻ്റെ അവകാശിയായി പ്രാർത്ഥിക്കുന്നു. പിതാവിനുള്ളത് പുത്രനും ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മൂന്നാമത്തെ ഘട്ടം സ്ഥിരീകരണമാണ്. ഇത് പ്രാർത്ഥനയുടെ സൃഷ്ടിപരമായ പ്രവൃത്തിയാണ്. ഇനി നിങ്ങൾ യാചിക്കുകയില്ല. പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രഖ്യാപിക്കുന്നു, സമൃദ്ധി സന്നിഹിതമാണെന്നും എല്ലാ ആവശ്യങ്ങളും ദിവ്യക്രമത്താൽ ഇതിനകം നിറവേറ്റപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾ ധൈര്യത്തോടെയും വ്യക്തമായും ഉറപ്പിച്ചും പറയുന്നു. നിങ്ങളിങ്ങനെ പറഞ്ഞേക്കാം, ഞാൻ സമൃദ്ധിയിൽ ജീവിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുന്നു, താങ്ങപ്പെടുന്നു, എനിക്ക് വേണ്ടി കരുതപ്പെടുന്നു. ഇവ ശൂന്യമായ മന്ത്രങ്ങളല്ല, ആത്മീയ താക്കോലുകളാണ്. അദൃശ്യമായതിൽ ഇതിനകം സത്യമായിരിക്കുന്നത് എന്താണെന്ന് അവ പ്രഖ്യാപിക്കുന്നു. നിയമപ്രകാരം ചിന്തയിൽ ഉറച്ചു നിൽക്കുന്നത് ദൃശ്യമായതിൽ രൂപം പ്രാപിക്കണം. ഇതാണ് ഉള്ളിലെ ശബ്ദത്തിൻ്റെ ശക്തി. ചെവി കേൾക്കുന്ന ശബ്ദമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശബ്ദം. ശാശ്വതമായി മുഴങ്ങുന്ന ആത്മാവിലെ വിശുദ്ധമായ ഇടമാണിത്. ഓരോ തവണ നിങ്ങൾ ഈ 3 ഘട്ടങ്ങൾ പരിശീലിക്കുമ്പോൾ സത്യം ഇതിനകം നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിയെത്തുന്നു. നിങ്ങൾ പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കുകയല്ല, സത്യം സ്വയം വെളിപ്പെടുത്താൻ നിങ്ങൾ വാതിൽ തുറക്കുകയാണ്. നിരാശയിലേക്ക് വീണുപോയ യുവ സംഗീതജ്ഞൻ അവൻ ബാഹ്യ അത്ഭുതത്തിനായി കാത്തിരുന്ന നിഷ്ക്രിയമായ വിശ്വാസത്തോടെ പലതവണ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ കഴിവിനെ ആരെങ്കിലും കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. അപ്പോഴാണ് അവന് 3 തരത്തിലുള്ള 3 ഘട്ട പ്രക്രിയ പ്രാർത്ഥനയെപ്പറ്റി ഞാൻ പഠിപ്പിച്ചത്. അവനെല്ലാ പ്രഭാതത്തിലും അത് പരിശീലിച്ചു. ഒന്നാമത്തേത്, സാഹചര്യങ്ങളുടെ ഭയത്തിൽ നിന്ന് സ്വയം മോചിപ്പിച്ചുകൊണ്ട് ദൈവം മാത്രമാണ് ഒരേയൊരു ഉറവിടം എന്നവൻ തിരിച്ചറിഞ്ഞു. അടുത്തതായി, ദിവ്യമായ സൃഷ്ടിപരമായ പ്രവാഹം തൻ്റെ സംഗീത സമ്മാനത്തിലൂടെ സ്വയം പ്രകടിപ്പിക്കുന്നു എന്ന് വിശ്വസിച്ച് അവൻ ഏകീകരിച്ചു. അവസാനമായി, ശരിയായ ജോലി ഇതിനകം തൻ്റേതാണെന്നും തൻ്റെ കഴിവ് ലോകത്തിൽ വെളിച്ചവും സന്തോഷവും കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നുവെന്നും അവൻ സ്ഥിരീകരിച്ചു. ഇത് ദിവസവും ചെയ്തു. ഒരിക്കലല്ല, മറിച്ച് സ്ഥിരമായി. ആഴ്ചകൾക്കുള്ളിൽ വാതിലുകൾ തുറക്കാൻ തുടങ്ങി. അവസരങ്ങൾ വന്നു, ഒന്നല്ല പലതും അവൻ്റെ ജീവിതം പുതുക്കി. ഇത് യാദൃശ്ചികമായിരുന്നില്ല, മറിച്ച് ജീവനുള്ള വിശ്വാസത്തിലൂടെയുള്ള ദിവ്യ നിയമത്തിൻ്റെ അനിവാര്യമായ പ്രവർത്തനമായിരുന്നു. അത്തരം വിശ്വാസം പ്രാർത്ഥനയുടെ നിമിഷത്തിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് പ്രധാന സത്യം. അത് ജീവിതത്തിൻ്റെ താളമായി മാറണം. ഓരോ സാഹചര്യത്തിലും ഒരൊറ്റ ഉറവിടം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ ദൈവവും അവിടുത്തെ തമ്മിലും വേർതിരിക്കാൻ
കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ തീരുമാനത്തിലും നിങ്ങൾ ഏകീകരിക്കുന്നു. ബാഹ്യരൂപങ്ങൾ വിപരീതമായി തോന്നിയാലും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും രൂപങ്ങൾ ഇതിനകം സന്നിഹിതമാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. വിശുദ്ധ സമയങ്ങളിൽ മാത്രമല്ല, ദിവസത്തിലെ ഓരോ ശ്വാസത്തിലും വിശ്വാസം ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ഈ 3 ഘട്ടങ്ങളിലൂടെയുള്ള പ്രാർത്ഥന അനുകൂലമായ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല. അത് തെളിവുകൾക്കായി കാത്തിരിക്കുന്നില്ല. കാരണം നിങ്ങൾ തിരിച്ചറിയുകയും ഏകീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ അദൃശ്യമായ മണ്ഡലത്തിൽ നിങ്ങൾ ഒരു വിത്ത് ഉറപ്പോടെ നട്ടിരിക്കുന്നു. അതിൻ്റെ തെളിവ് അതുതന്നെയാണ്. മാറ്റമില്ലാത്ത നിയമപ്രകാരം ആ വിത്ത് മുളയ്ക്കുകയും പൂക്കുകയും തക്ക സമയത്ത് ഫലം കായ്ക്കുകയും വേണം. ഇതാണ് രഹസ്യം. പഴയകാല വിശുദ്ധന്മാർ മനസ്സിലാക്കിയ രഹസ്യം. അവർ ദയയ്ക്കായി അപേക്ഷിച്ചില്ല. അവർ നിയമവുമായി യോജിച്ച് നിയമത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അപ്പോൾ അത് നിങ്ങളുടേതായിരിക്കും എന്ന് യേശു പ്രഖ്യാപിച്ചു. അത് ഇതിനകം ചെയ്തു എന്ന് വിശ്വസിക്കുക. ആത്മീയ മണ്ഡലത്തിൽ അതിൻ്റെ അസ്തിത്വം തിരിച്ചറിയുക എന്നതാണ് ഈ തത്വം. നിങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ നിങ്ങൾ അതിനെ കാണപ്പെടാത്തതിൽ നിന്ന് ദൃശ്യമായതിലേക്ക് വിളിച്ചു വരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ലളിതമെങ്കിലും ശക്തമായ ഈ 3 ഘട്ട പ്രക്രിയ നിഷ്ക്രിയമായ കാത്തിരിപ്പിൽ നിന്ന് സൃഷ്ടിപരമായ ജീവിതത്തിലേക്കുള്ള കവാടമാണ്. അവിടെ വിശ്വാസം ഒരാശയം എന്നതിലുപരി ദിവസവും പ്രകടിപ്പിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നൊരു ശക്തിയാണ്. നിങ്ങൾ സ്ഥിരമായി ഈ രീതിയിൽ നിലകൊള്ളുമ്പോൾ എല്ലാ വിശ്വസ്ത ആത്മാവും കണ്ടെത്തിയ രഹസ്യം, സത്യം നിങ്ങളും കണ്ടെത്തും. ദിവ്യ നിയമം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. വിതരണം ഒരിക്കലും കുറയുന്നില്ല. പ്രാർത്ഥന ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ മാറ്റുന്നില്ല, മറിച്ച് നിങ്ങളെ മാറ്റുന്നു, അവിടുത്തോട് നിങ്ങളെ യോജിപ്പിക്കുന്നു.